ഹാർവാർഡിന് കിട്ടുന്ന ഫെഡറൽ ഫണ്ടിങ്ങും ആദ്യം ഹാർവാർഡിനെതിരെ ശക്തമായിട്ട് പ്രസിഡന്റ് രംഗത്ത് വന്നു. അതിനുശേഷം ഈ ഓരോ തരം ഗ്രാൻറ്റുകൾ, അവിടെയുള്ള റിസർച്ച് ഗ്രാൻറ്റുകളും മറ്റതും മറിച്ചതുമൊക്കെ നിർത്തലാക്കാൻ തുടങ്ങി. പിന്നീട് 3 ബില്യണോ മറ്റോ ഫെഡറൽ ഫണ്ടിങ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നത് അത് നിർത്തലാക്കി. ഇപ്പോൾ ഫെഡറൽ കോൺട്രാക്റ്റുകളെല്ലാം കൂടെ നിർത്തലാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ കാരണം ഈ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ കൂടാണതെന്നാണ്. അവിടെ യഹൂദ വിദ്യാർത്ഥികൾക്ക് സമാധാനമായിട്ട് പേടിക്കാതെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെതിരെ ഇന്ന് ഹാർവാർഡിൻ്റെ പ്രസിഡന്റ് അലൻ ഗാർബർ അദ്ദേഹത്തിൻ്റെ ഒരു NPR നാഷണൽ പബ്ലിക് റേഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആളുകൾ ഇന്നത് പറയണം, ഇന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയുമാണ്, പേടിക്കാതെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയുമാണ് അക്കാദമിക് സ്ഥാപനങ്ങൾ. പ്രത്യേകിച്ച് ഈ അധ്യാപകർ അവരോട് ഇന്ന രീതിയിൽ ചിന്തിക്കാവൂ, ഇന്ന രീതിയിൽ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പേടിയാവും, അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, ഈ അക്കാഡമിക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രയോജനം തന്നെ ഇല്ലാതായി പോകുമെന്നാണ് പറയുന്നത്, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അപ്പം പ്രസിഡന്റ് ട്രംപും ട്രംപ് അനുകൂലികളും പറയുന്നത് അവിടെ ഈ DEI ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അവിടെ നടക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാം പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. ഈ വെള്ളക്കാർക്ക് അത്രയ്ക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, അവരുടെ എണ്ണം കുറയുന്നു. അവിടെ പ്രൊഫസർമാരായിട്ടും മറ്റും വെള്ളക്കാരുള്ളത് വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ന് മാത്രവുമല്ല, വെള്ളക്കാർക്കെതിരായിട്ട് ഉള്ള നിലപാടുകൾ. കാരണം അവർക്ക് അഡ്മിഷന് ഈ വെളുത്തവർക്കും കറുത്തവർക്കും അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും തുല്യ മാർക്കാണെങ്കിൽ കൂടി ആ വെളുത്തവർക്കല്ല കൊടുക്കുക, മറ്റുള്ളവർക്കാണ് കൊടുക്കുക. അങ്ങനെ അവർ അവഗണിക്കപ്പെടുന്നു, വെളുത്തവർ അവഗണിക്കപ്പെടുന്നു. അധ്യാപകരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും. അപ്പോൾ ഇതൊക്കെ മാറണം. അതുപോലെ തന്നെ കൺസർവേറ്റീവ് വ്യൂ പോയിന്റ് അവിടെ ഇല്ല. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയെ അനുകൂലിക്കുന്നവർ അവിടെ ഇല്ല. എല്ലാം ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നമുക്കറിയാം, ആ പ്രായത്തിലുള്ളവരെല്ലാവരും ചൂടന്മാരും വലിയ വിപ്ലവകാരികളുമായിരിക്കും എന്ന് കരുതി അവരെല്ലാം ഭാവിയിലും അങ്ങനെ ആകണമെന്നില്ല. നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് KSU ആയിരുന്നാലും SFI ആയിരുന്നാലും ഒക്കെ ഒരു ചൂടൻ കാലമാണത്. അന്ന് വലിയ മാറ്റങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് പിന്നീട് മാറിപ്പോകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ കാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഭരണകൂടമൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.